ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. സമയം ഇപ്പം എത്ര എന്തോ 5:30 എന്തോ ആയി. ഞാൻ ഇത്ര രാവിലെ എന്തിനാ എണീറ്റെന്നായിരിക്കുമല്ലോ എല്ലാവരും ചിന്തിക്കണത്. ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ 2 മിനിറ്റ് കണ്ണടച്ച് ചിന്തിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബൈ ദ ബൈ, ഇന്ന് എൻ്റെ ഒപ്പം വ്ളോഗിൽ ഒരാളൂടെ ഉണ്ട്. വേറെ ആരുമല്ല, വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, none other than മഞ്ജിമ. ഞാൻ എന്തിനാ ഇത്ര രാവിലെ എണീറ്റെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഡേ ആണ്. എക്സൈറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കണമെന്നൊക്കെ പറയാം അല്ലേ? അതെ. സത്യം പറഞ്ഞാൽ ഇന്നാ സെറിമണി അന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ എനിക്ക്. നിനക്ക് പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വെപ്പണൊക്കെ ചെറുപ്പം ഒരു പട്ടിഷൊക്കെ കാണിക്കുന്നുണ്ട്. അതെ അതെ, അത് ശരിയാ, എന്നെ അറിയണം, പലർക്കും അറിയാം. പിന്നെ ഇത്രയൊക്കെ കാണിച്ചിട്ട് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ. അപ്പം നമുക്കിന്ന് എന്താ പരിപാടി? അതാ ഞാൻ പറഞ്ഞത്, പീക്ക് ലെവൽ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല അവളെ എൻഗേജ്ഡ് ആവാൻ പോകണമെന്ന്. കാരണം എന്താ, സിൻസ് 2003 വി നോ ഈച്ച് അതർ. എന്തോ 3-4 വയസ്സുള്ളപ്പോൾ തൊട്ട് നമുക്കറിയാം അല്ലേ? അപ്പം അത്ര ആ വയസ്സൊക്കെ എന്തോ ഉള്ളു. അതെ, അല്ലാതെ 5-10 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ നമ്മുടെ. 21 വർഷമില്ലേ ഇത് വന്നപ്പോൾ. സത്യം, 2003 ഞങ്ങൾ LKG ജോയിൻ ചെയ്തത് ഒരുമിച്ച്. ഇപ്പം 2024 2 decades കഴിഞ്ഞിരിക്കണോ. അപ്പം കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആവാം, കുഴപ്പമില്ല, കുറച്ചധികം ആവാം. അതെ, എന്നാൽ നമുക്കിന്ന് റെഡി ആവാല്ലേ? ഓക്കെ. അപ്പം ടൈം ഇപ്പം ഇത്രയും ഒരു 6 മണിയൊക്കെ ആവാറായി. ഇനി ഞങ്ങൾക്ക് റെഡി ആവണം. 10 മണിക്കാണ് ഫംഗ്ഷൻ. അപ്പം അതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. ഇല്ലെങ്കിൽ പണിപ്പാള് അവിടെ ഞങ്ങൾ എണ്ണയിട്ട് വറുത്ത് കോഴി എടുക്കും ഗൈസ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് നേരത്തെ റെഡി ആവണം. അപ്പം നമുക്ക് വേഗം റെഡി ആവാം. കമോൺ. ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് റെഡി ആയി കഴിഞ്ഞേ. ഇതാ ഞങ്ങളുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ്സ്. എൻ്റെ റെഡ് റോസ് ഒക്കെ കാണുന്നുണ്ടോ പ്ലീസ്? കഷ്ടപ്പെട്ട് വെച്ചതാ. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് സമയത്ത് എന്താ പറയുക, 10 മണി. അവിടെ ഫംഗ്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ എണ്ണയിലിട്ട്, അതെ അതെ, ഞങ്ങൾ എണ്ണയിലിട്ട് വറക്കാൻ സമയമായി. അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. എല്ലാവരും ഹായ് പറ. അവിടെ ഇച്ചിരി ഓവറാ. രാവിലെ ഞങ്ങളാ ഇത് ജസ്റ്റ് ഫ്രണ്ട്സ്. കൂടി ബെസ്റ്റ് ഫ്രണ്ടാണ്.
ഹോളിൽ ഭയങ്കര ചൂടാണ് ഗൈസ്, അവിടെ ഇരിക്കാൻ പറ്റണില്ല. ഒരുപാട് ഫാനുണ്ട്, പക്ഷെ എന്നിട്ട് കാര്യമില്ല, ഭയങ്കര വേർക്കണേ കറങ്ങൂടെ എന്താന്ന്. അതെ, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളി, മെയിൻ പള്ളിയാണ്. വലിയ പെരുന്നാളൊക്കെ നടക്കുന്ന പള്ളിയാണ്. ആ അങ്ങള് എന്നെ നോക്കി ചിരിച്ച് ഞാൻ എന്താ കാണിക്കണമെന്ന് കൊടുത്തിട്ട് ഇവൾ ഏതാണെന്നായിരിക്കും വിചാരിക്കണം. സാരമില്ല, ഞാൻ ഈ നാട്ടുകാരെന്ന് ചേട്ടൻ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കല്യാണം ഓയിൽ എന്താണെങ്കിലും കുറേ ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, അവർക്ക് തന്നെ. അപ്പോൾ അതെ, ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി, ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായി കേട്ടോ. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പള്ളിയിൽ ഈ മരത്തിൻ്റെ ഇവിടെ ഈ കുട്ടിക്ക് മരം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്നാൽ ഇവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വന്ന് നിൽക്കണം. ഒരിക്കലും ഊരി പോരരുതെന്ന് പറഞ്ഞ് കുറേ സൈഡ് കറവറൊക്കെ എത്തിച്ചു. ഞാൻ ഇന്നലെ പട്ടിഷ വാങ്ങിച്ച് നഖമൊക്കെ ഉള്ള കാരണം കൂടാൻ പറ്റുന്നില്ല. ഇതൊക്കെ എടുത്ത് മറ്റേ ബിഹൈൻഡ് ദ സീൻസ് വ്ളോഗിങ്ങിന്റെ ബിഹൈൻഡ് ദ സീൻസ് മാത്രമല്ല, റോസാപ്പൂവിൻ്റെ തണ്ട് ഇച്ചിരി കൂടിപ്പോയി. ഇവിടെ ഇതെന്താ പറയുക, ചെവി. സോറി, എൻ്റെ കൂട്ടുകാർക്ക് പൊതുവെ ഇച്ചിരി മാന്യമുള്ള ഈ കഴുത്തായിട്ട് ഇങ്ങനെ ചുറ്റിക്കുത്തി കൊള്ളണത് ഈ സാധനം. അറ്റ്ലാസ് ഗൈസ്, ഞങ്ങളത് കാറിന് വന്നിറങ്ങി ഞങ്ങളാ തിരിച്ച് വെയിലത്ത്. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. വെയിൽ പക്ഷേ എനിക്ക് അത്ര എക്സ്പീരിയൻസ് എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ് പണ്ട്. കാരണം വെയിലിൻ്റെ വേഗം ഇട്ടാൽ മതി, അപ്പം കറുത്തു ടാനടിക്കും, അതാ പ്രശ്നം. എങ്ങനെയെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞങ്ങൾ ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് വീട്ടിൽ പോണേ. വിളിക്കാൻ വരാൻ ആരും ഇല്ല, ഞായറാഴ്ചയ്ക്ക് ഇതാരണം എല്ലാവരും തിരക്കാം. അങ്ങനെ പറയാം. വെയിലത്തുള്ള നീണ്ട നടപ്പിന് ശേഷം ഞങ്ങൾ വീടെത്തി. മമ്മി വാസ് ഹിയർ. അവളുടെ ഡെഡായിരുന്നു തോന്നാൻ. ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് കുളിച്ച് റെഡിയായി ഒന്നും കൂടി അവളുടെ വീട്ടിൽ പോകണം. അവൾ വിളിച്ചിട്ടൊന്നുമില്ല, എന്നാലും ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിപ്പോലെ പോയാലേ പറ്റുള്ളൂ. ഓ അവളോടി. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇനി നല്ല ക്ഷീണം, നല്ല ക്ഷീണമുണ്ട്. വെയിലും ചൂടും ഈ ഡ്രസ്സും കമ്മലും ചെരുപ്പും എല്ലാവർക്കും ആയിട്ട് ആകെ വയ്യാണ്ടായി. ഒന്നിന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ വരാം, പോകണ്ട. നമ്മ അങ്ങനെ വീണ്ടും റെഡിയായി. വീണ്ടും റെഡിയായിട്ട് ഇച്ചിരി പൊക്കി പിടിക്കുമോ? പൊക്കിന്ന് ഉദ്ദേശിച്ച ഇച്ചിരി ഇങ്ങനെ. അതെ, സെറ്റ്. ബാക്ക് കാണിക്കട്ടെ. ബാക്കിൽ കുട മാറ്റില്ല ഞാൻ. അതല്ലടി, അവിടെ ബാക്ക് കാണിക്കട്ടെ. അവിടെ ബാക്ക് കാണിക്കണ്ട, അത് ഫോട്ടോ എടുക്കും. അവർ ഫോട്ടോ എടുക്കും. നമ്മ അങ്ങനെ റെഡി ആയിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് വീണ്ടും വെക്കാം. പിന്നെ അതാണ് എൻ്റെ ഭാഷ, വീണ്ടും നല്ലല്ല. അപ്പോൾ അതെ, ഇവക്ക് കടൽ കാണണമെന്ന് മറ്റേ സിനിമയെ പറയുന്ന പോലെ എന്നെ കടൽ കാണിച്ചു തരോ? അപ്പം ഞാൻ പറയാം, നമ്മുടെ വീടിൻ്റെ വാതിക്കൽ തന്നെ കടലല്ലേ കിടക്കണം. വാതിക്കലല്ല, പക്ഷെ കുറച്ചിങ്ങനെ നടന്നു. എടോ, തൻ്റെ വെച്ചൊക്കെ എൻ്റെ വീടിൻ്റെ വാതിക്കൽ കടലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ കാണിച്ചതല്ലോ എന്നും പറഞ്ഞതേ നിങ്ങളും കാണും കടൽ. അതന്നെ. വീണ്ടും ഞങ്ങൾ മ്യൂസിക് വേണ്ട, കോപ്പിറൈറ്റ് കിട്ടും. അതെ, അങ്ങനെ ഇനി കുറച്ച് നേരം ഈ കൊച്ചിന് കടൽ കാണണം, ഉപ്പുകാറ്റ് കൊള്ളണം, അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ കൊള്ളട്ടെ അല്ലേ. കുറച്ച് വല്ലപ്പോഴൊക്കെ അല്ലേ ഞാനും കൊള്ളാം. ഞാനും അങ്ങനെ കാണാറൊന്നുമില്ല. ഞാനും വർഷങ്ങൾക്ക് ശേഷം ഈ കടൽ കാണുന്നത്. ഇവിടെ താമസിക്കണമെന്നേ ഉള്ളൂ, കടലൊന്നും കാണാറില്ല. പിന്നെ അവിടെ കുറേ പിള്ളേരൊക്കെ ഇരിക്കണമെങ്കിൽ എനിക്ക് അറിഞ്ഞോണ്ട് അവരെന്താ ചെയ്യണമെന്ന്. അവരൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ, ഇവളാണെന്നൊക്കെ. ഇവളാണത് എന്നെയാണ് പറയണത്, കാരണം ഇവൾ അറിഞ്ഞൂടാ എല്ലാവർക്കും. ഞാനായി നാട്ടുകാരി, അപ്പം എന്നെ അറിയുള്ളൂ. ബൈ ദ ബൈ, ഞങ്ങൾ ആസ്വദിക്കുന്നു. വേണമെങ്കിൽ നിങ്ങളും കുറച്ച് ആസ്വദിച്ചോളൂ. കണ്ടാ ഗൈസ്, നേരത്തെ ഇവിടെയൊക്കെ ഭയങ്കര ചപ്പ് ചവറായിരുന്നു. ഇപ്പോൾ അതേ കണ്ടോ, എന്ത് ക്ലീനായിട്ട് കടൽ ഭയങ്കര കയറി കിടക്കണം. നേരത്തെന്ന് പറഞ്ഞാലേ കാണിച്ചേ, ദാ വളവ് വരെ ഉണ്ടായിരുന്നുള്ളൂ കടലൊക്കെ. ഇപ്പോൾ ഭയങ്കരമായിട്ട് കയറി കിടക്കണേ. കുറച്ച് ദിവസത്തെ ഭയങ്കര കടലേറ്റൊക്കെ ഇപ്പില്ല, എന്നാലും 4 ദിവസം തൊട്ട് കടലേക്ക് വരുന്നു. ഓഗിൻ്റെ മണേ ചന്ദനം ഇരിക്കും. ശാലിമേനെ ഇരിക്കും. ശാലിമ എന്തോ വാട്ട സാധനം പഠിച്ചത്. ശല്യങ്ങളെ കൊണ്ട് എന്ത് ശല്യം. അവളെ വലിച്ചിട്ട് പോണു. ഇത്ര ഉള്ള സ്ഥലം എന്താ പറയണ്ട. നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതാ. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരത്തി എന്നെ കൊണ്ട്. അതെ, ബൈ ദ ബൈ, ഞാൻ നിങ്ങൾക്ക് ആ ബ്രൈഡിനെ കാണിച്ചു തന്നായിരുന്നത്. ബ്രൈഡ് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ കഴിച്ച് ആകെ കൂടി ആ ഇൻട്രൊഡക്ഷനിലും പിന്നെ ഇപ്പം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കിട്ടിയിട്ടില്ല, കാരണം ഷീ വാസ് സോ ബിസി. അതെ, കണ്ടന്റ് രഹനയുടെ എൻഗേജ്മെന്റ് ആണ്, പക്ഷെ രഹന ഇല്ല ഇതിൽ. ഞാനും ഇവള് മാത്രമേ ഉള്ളൂ ഇതില്. പിന്നെ ഇവള് വിളിച്ചിട്ടില്ല, ഇവള് വിളിച്ചിട്ടില്ല ഇവളാ. പക്ഷെ എന്നിട്ടും വലിയൊരു വന്ന് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണ്ട ചോദിച്ചു മേടിച്ചേക്കാ. എന്തിനോ നല്ല തൊലിക്കട്ടിയുണ്ട്, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ ഗേൾസ് ഉള്ള ടൈമാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്ര നാളെന്നൊക്കെ ഇത്ര നേരം ഞങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് സഹിച്ചൊക്കെ ഇരുന്നില്ല ആൾക്കാർ. ഇവിടെ പറ്റി എന്താ പറയാ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇന്നലെ പറഞ്ഞേ. 5-10 വീഡിയോ ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ കുറച്ച് ഇതിന്റെ കാട്ടുന്നൊക്കെ കൊടുക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തില്ലെങ്കിൽ സാരില്ല. ബൈ.